ഹായ് ഓൾ, വെൽക്കം ടു മെന്റർ മൈൻഡ്സ്. നമുക്ക് ഇന്ന് ക്ലാസ് 9 CBSE ഗ്രാവിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസസ് ഓഫ് 20 kg ആൻഡ് 30 kg പ്ലേസ്ഡ് 5 മീറ്റർ അപ്പാർട്ട്. നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രണ്ട് മാസസ് ഉണ്ട്, ഒന്ന് 20 kg, അടുത്തത് 30 kg ആണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മീറ്റർ അപ്പാർട്ട് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ ആദ്യം എഴുതാം. സോ F is equal to capital G into capital M small m whole divided by d square. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ബോഡിയുടെ മാസ് നമുക്ക് ക്യാപിറ്റൽ M 20 ആയിട്ട് എടുക്കാം. 20 kg. സെക്കൻഡ് ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് 30 kg. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 5 ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് ക്യാപിറ്റൽ ജിയുടെ വാല്യൂ എഴുതണം അല്ലേ. ക്യാപിറ്റൽ ജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ആക്ച്വലി 6.67 to 10⁻⁻11 ആണ് അല്ലേ. -11. സോ ഈ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ to 10⁻⁻11 into 10⁻20 into 30 all divided by 5 into 5. So 5 and 20 gets cut down 4 ആവും അല്ലേ. 5 into 4 ആണ് 20, അതുപോലെ 5 into 6 ആണ് 30 വരുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. 6 into 4 is 24. അപ്പോൾ 24 into 6.67 നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യാം. എന്നിട്ട് ഇവിടെ 10⁻⁻11 ആണ് അല്ലേ. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1.6 into 10⁻⁻9 ന്യൂട്ടൺ വരും. This is our final answer. സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റൻ ആണ് എ സ്റ്റോൺ ഓഫ് മാസ് 2 kg is dropped from a height, what is its weight? ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ. ഇത് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇവിടെ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എന്താണ്, സ്റ്റോൺ ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്, അതിന്റെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ ഗ്രാവിറ്റി ആണ് അല്ലേ. അത് ഹൈറ്റിനല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഗ്രാവിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, W is equal to M into G. M എന്ന് പറഞ്ഞാൽ മാസും G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, സോ നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ അറിയാം 9.8 ആണ് എർത്തിൽ. അപ്പൊ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം 2 into 9.8 9.8 നമുക്ക് വാല്യൂ കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19.6 ന്യൂട്ടൺ വരും. 19.6 ന്യൂട്ടൺ വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷൻ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എ മാൻ വെയ്സ് 600 ന്യൂട്ടൺ ഓൺ എർത്ത്, വാട്ട് വിൽ ബി ഹിസ് മാസ്? ഒരു മാനിന് ആൾ 600 ന്യൂട്ടൺ ആണ് വെയിറ്റ് ചെയ്യുന്നത്, നമുക്ക് തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ആളുടെ മാസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ അഗൈൻ നമ്മുടെ സെയിം ഇക്വേഷൻ ദാറ്റ് ഇസ് W is equal to mg ആണെന്ന് നമുക്കറിയാം അല്ലേ. സോ നമുക്കിവിടെ W വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 600 ആണെന്ന് അറിയാം. 600 is equal to m ആണ്, മാസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. m into g എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 9.8 ആണ്. എർത്തിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ളത് നമുക്കറിയാം. സോ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് m ആണ് അല്ലേ. സോ m is equal to നമുക്ക് എഴുതാം 600 ഇവിടെ ഇൻറ്റു 9.8 is equal to ഇപ്പുറത്തെ സൈഡോട്ട് വരുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് ഡിവൈഡഡ് ബൈ 9.8. ഇത് ഞങ്ങൾ സോൾവ് ചെയ്യാം. നമുക്ക് ആദ്യമേ ഡെസിമൽ കളയാം അല്ലേ. ഡെസിമൽ കളയുമ്പോൾ എന്ത് പറ്റും, മുകളിൽ താഴെ ഇൻറ്റു 10 വെച്ച് ചെയ്യാം. അപ്പോൾ 6000/98 വരും. എന്നിട്ട് അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു 61.22 അറൗണ്ട് കിട്ടും. നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് 61 എന്ന് എടുക്കാം അല്ലേ. അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് 61 kg എന്നൊക്കെ എഴുതാം. അപ്പം ഈ 61 kg എന്ന് പറയുന്നതാണ് ഈ പേഴ്സന്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, 600 ന്യൂട്ടൺ വെയിറ്റ് ചെയ്യുന്ന ഒരാളുടെ മാസ് എന്ന് പറഞ്ഞാൽ 61 kg ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദ മാസ് ഓഫ് ആൻ ഒബ്ജക്ട് ഇസ് 10 kg, വാട്ട് ഇസ് ഇറ്റ്സ് വെയിറ്റ് ഓൺ മൂൺ?
നമ്മുടെ മുന്നേ ഉള്ള ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ വെയിറ്റ് ഓൺ എർത്ത് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വാല്യൂ നമുക്ക് അറിയായിരുന്നു 9.8 ആയിരുന്നു. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ മൂണിലാണ് ചോദിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് മൂണില് ജി അറിയണം, ജി ഓൺ മൂൺ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ വാല്യൂ മക്കളെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് 1.63 എന്നുള്ളതാണ് കേട്ടോ. 1.63 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡൗട്ടില്ലല്ലോ? ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, എവിടെയാണെങ്കിലും മാസം എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും അല്ലെ. എർത്തിലാണെങ്കിലും മൂണിലാണെങ്കിലും മാസിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ട്. ഇറ്റ് മീൻസ് കോൺസ്റ്റന്റ്. വെയിറ്റ് മാത്രമേ എന്താ പറയുക ഈ പ്ലാനറ്റ് മാറുന്നതനുസരിച്ച് വെയിറ്റ് മാറുന്നുള്ളൂ, മാസിന് മാറ്റമൊന്നുമില്ല. ആ പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ മാസ് ആൻഡ് വെയിറ്റിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 1 or 2 മാർക്കിന് ഉണ്ടാവും. അത് നിങ്ങൾ പഠിക്കട്ടെ കൂടെ തന്നെ. സോ നെക്സ്റ്റ് അപ്പോൾ നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാനാണല്ലോ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം വെയിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു ജി ആണ്. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇവിടെ നമ്മുടെ മാസിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്, 10 ആണ് അല്ലെ. 10 ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് 1.63. സോ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ ഡെസിമൽ എന്ത് ചെയ്യും, ഒരു സീറോ ആണല്ലോ ഉള്ളത്. ഒരു സീറോ ആയതുകൊണ്ട് നമ്മുടെ ഡെസിമൽ ഒരു പോയിന്റ് ഇങ്ങോട്ട് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുക 16.3 ആണ്. വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആക്ച്വലി ഫോഴ്സ് അല്ലേ. അപ്പൊ വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ന്യൂട്ടൺ തന്നെയാണ്. ഓക്കെ, അപ്പം ഇതാണ് ആൻസർ. ഓക്കെ, അപ്പം ഇത് കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബോൾ ഇസ് ത്രോൺ അപ്വേർഡ്സ് അറ്റ് 20 മീറ്റർ പെർ സെക്കൻഡ്, ഹൗ ഹൈ ഡസ് ഇറ്റ് ഗോ എന്നുള്ളതാണ്. ഓക്കെ, ഒരു ബോൾ ഇങ്ങനെ നമ്മൾ മുകളിലോട്ട് എറിയുവാണ് അല്ലേ. അതായത് ബോൾ എറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, ബോൾ എറിയുമ്പോൾ അത് 20 മീറ്റർ പെർ സെക്കൻഡ്. ഇതിൽ ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ, നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ മുകളിലോട്ട് എറിയുന്ന പറയുമ്പോൾ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 20 ആയിട്ടുണ്ടാവും. അത് മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ ആ ബോൾ ഏറ്റവും ഹൈറ്റിലെത്തുമ്പോൾ ഉള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി ആണ്, ഫൈനൽ വെലോസിറ്റി ആണ്. അതെന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസിൽ ഓർത്ത് വെക്കാം. നമുക്ക് യു ഉണ്ട്, വി ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾക്കറിയാം ഒരു കോൺസ്റ്റന്റ്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, ഒരു മോഷൻ അണ്ടർ കോൺസ്റ്റന്റ് ആക്സലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, നമ്മൾ മോഷന്റെ ചാപ്റ്ററിൽ 3 ഇക്വേഷൻ പഠിച്ചാണ്. അതിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. കോൺസ്റ്റന്റ് ആക്സലറേഷൻ വരുമ്പോൾ മോഷന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചേക്കുന്നതാണ്, വളരെ വ്യക്തമായിട്ട് നമ്മൾ മുന്നത്തെ ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇത് നമ്മൾ എഴുതാം. പക്ഷെ നമ്മൾക്ക് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, മുകളിലോട്ട് ബോൾ എറിയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ വരുമ്പോൾ താഴത്തോട്ട് വീഴുമ്പോഴത്തേക്കും എന്താണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ഈ എക്ക് പകരം ഇവിടെ എന്ത് വരണം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരണം അല്ലെ. നമ്മൾ ഇവിടെ എന്ത് എഴുതണം, നമ്മൾ ജി എന്ന് പറഞ്ഞിട്ടാണ് എക്ക് പകരം നമ്മൾ ജി എഴുതണം. അപ്പൊ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്രത്തോളം ഇത് പോകുന്നുണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ മുകളിലോട്ട് എറിയുന്നതുകൊണ്ട് നമ്മൾ എന്ത് എടുക്കുക, എസിന് പകരം നമുക്ക് ജി എടുക്കാം. അപ്പം അതുകൊണ്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ ഇക്വേഷൻ യു സ്ക്വയർ മൈനസ്, കാരണം ഗ്രാവിറ്റി എപ്പോഴും താഴത്തോട്ടാണല്ലോ, അപ്പൊ മൈനസ് ജി ആണ്. അപ്പൊ അതിന് പകരം ഇവിടെ ജി എടുക്കുക, എക്ക് പകരം ജി എടുക്കുക, മൈനസ് ജി വരും. അതുപോലെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും, നമ്മുടെ ഹൈറ്റ് എച്ച് എന്ന് പറഞ്ഞെടുക്കാം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഓക്കെ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh ആണ് വരിക. അത് നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ലെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. സോ നമ്മുടെ ക്വസ്റ്റിലോട്ട് നമുക്ക് കിടക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഫൈനൽ വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പം 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 തന്നെ, ഈസ് ഈക്വൽ ടു യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20 സ്ക്വയർ ആണെന്നുള്ളത്. സ്റ്റെപ്പ് മാക്സിമം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ, കുറച്ചുകൂടി സ്റ്റെപ്സ് ഒക്കെ എഴുതി നല്ലോണം എഴുതണം. നെക്സ്റ്റ് 2 ഇൻറ്റു ജിയുടെ വാല്യൂ നമുക്കറിയാം എന്താണ് 9.8 ആണ് അല്ലെ, ഇൻറ്റു 9.8 ഇൻറ്റു ഹൈറ്റ്. ഇതാണ് നമുക്ക് ആ ഒരു ഹൈറ്റ്, എത്ര ഹൈറ്റിൽ അത് പോയിട്ടുണ്ട്, ബോൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്, നമുക്കറിയില്ല. സോ നമ്മൾ അവിടെ എച്ച് തന്നെ എടുക്കാം. ഓക്കെ, സോ ഇത് നമ്മൾ സോൾവ് ചെയ്യണം. സോ ഈ 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ആണ്. അപ്പൊ ഈ 400 ഇങ്ങോട്ട് പോകുമ്പോൾ -400 ആവും. ഓക്കെ, സോ -400 ഈക്വൽസ് 9.8 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാം -19.6 വരും. ഓക്കെ, 19.6 ഇൻറ്റു എച്ച് എന്ന് വരും. നമുക്ക് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് മുന്നേ ഈ മൈനസും കട്ടായി പോകും. സോ നമുക്ക് ഹൈറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും, ഈ കിടക്കുന്ന 400 അല്ലെ, 400 ബൈ 19.6 ഇസ് ഈക്വൽ ടു ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ ഇവിടെ ഉണ്ടോ ഈ 19.6 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ഡിവൈഡഡ് ബൈ ആവും, ഡിവൈഡഡ് ബൈ 19.6 ആവും. ഇതുവരെ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ല, ഫുൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നോക്കുക കേട്ടോ, ഇത് ഓക്കെ അല്ലേ എന്നുള്ളത് കറക്റ്റ് നോക്കുക. എന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 20.4 ആണ്. ഓക്കെ, 20.4 ഹൈറ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ യൂണിറ്റ് മീറ്റർ എന്ന് എഴുതും. ക്ലിയർ, സിമ്പിൾ അല്ലേ. പിന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബോഡി ഫാൾസ് ഫ്രീലി ഫോർ 3 seconds, ഹൗ ഫാർ ഡസ് ഇറ്റ് ഫോൾ. ഫ്രീ ഫോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഫ്രീ ഫോൾ എന്ന് പറയുമ്പോൾ ബോഡി റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, നേരത്തെ ഓപ്പോസിറ്റ് അല്ലേ, മുകളിലോട്ട് അറിയാലോ. അങ്ങനെ ഫ്രീ ഫോൾ ആണ്, ഉണ്ട് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 0, റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, യു എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ് ഇസ് ഫ്രീലി ഫോളിംഗ് അണ്ടർ ഗ്രാവിറ്റി ആണ്. അപ്പൊ നമുക്ക് എക്ക് പകരം എന്ത് യൂസ് ചെയ്യാം,
നമുക്ക് ജി യൂസ് ചെയ്യാം അല്ലേ. ജിയുടെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. എർത്തിൽ ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട്. ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 3 സെക്കൻഡ് അല്ലേ. 3 സെക്കൻഡ്സിലാണ് ഫ്രീലി ഫോളോ ചെയ്യുന്ന ബോഡി എടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹൗ ഫോർ ഡസ് ഇറ്റ് ഫോൾ, എത്ര ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസിന് എന്തായിട്ട് എടുക്കാം, നമുക്ക് ഹൈറ്റ് ആയിട്ട് എടുക്കാം അല്ലെ. ഹൈറ്റ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ എല്ലാ വാല്യൂസും ഇവിടെ യു, ജി, ടി ആൻഡ് എച്ച് ഇതെല്ലാം കൂടി വരുന്ന ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എസ് എന്ന് പറയാം. ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള മോഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മൾ ആ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതെല്ലാം വരുന്നത് എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഹാഫ് എ ടി സ്ക്വയർ. അപ്പം ഇവിടെ നമുക്ക് എസ് ഡിസ്റ്റൻസിന് വരെ നമുക്ക് എച്ച് എടുക്കാം അല്ലെ. ഡിസ്റ്റൻസ് ആണ് എച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ യു ടി. ഇവിടെ യുവിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ 0 × ടി എന്ന് പറയുമ്പോൾ ഇത് 0 ആയിട്ട് തന്നെ പോകും. ഓക്കെ, ഈ ഒരു ടേമേ 0 ആയിട്ട് പോകും. ഞാൻ ഇവിടെ എഴുതാം 0 പ്ലസ് അടുത്തതുള്ളത് ഹാഫ് എ ടി സ്ക്വയർ. അല്ലെ എ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു നമ്മളത് ജി ആയിട്ട് എടുക്കുവാണെന്ന് പറഞ്ഞു. ഹാഫ് ജി ടി സ്ക്വയർ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എഴുതുന്നത്. എച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും, എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലെ വാല്യൂസ് ഒക്കെ. ഹാഫ് ഇൻറ്റു ജിയുടെ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ 9.8 ആണ് ഇൻറ്റു ടി സ്ക്വയർ. ടൈം ഇവിടെ തന്നിട്ടുണ്ട് 3. അപ്പം 3 സ്ക്വയർ അല്ലേ. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 വരും. ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 9.8/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9.8 ഇൻറ്റു 9.8/2 ഇതിന്റെ വാല്യൂ നമുക്ക് 4.9 അറൗണ്ട് 4.9 കിട്ടും. അത് ഇൻറ്റു ഈ 9 ആണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇസ് ഈക്വൽ ടു 4.9 ഇൻറ്റു 9. അപ്പം നമുക്ക് ഹൈറ്റിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 44.1 ആണ് കേട്ടോ. 44.1 ഹൈറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂണിറ്റ് മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ക്യൂബ് ഓഫ് സൈഡ് 5 സെന്റിമീറ്റർ ഹാസ് എ മാസ് ഓഫ് 250 ഗ്രാം, ഫൈൻഡ് ഇറ്റ്സ് ഡെൻസിറ്റി. മക്കളെ നിങ്ങൾക്ക് ക്യൂബ് എങ്ങനെയാണെന്നൊക്കെ അറിയാലോ അല്ലേ. അങ്ങനെ ഒരു ഷേപ്പ് അല്ലേ ക്യൂബ്, ഇങ്ങനെയൊക്കെ തന്നെ. അപ്പൊ എന്താണ് ക്യൂബിന്റെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 5 ആണെന്ന്, 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിന്റെ മാസ് 250 ഗ്രാം ആണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ക്യൂബിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഇത് പഠിച്ചു വെച്ചോ. വാട്ട് ഇസ് ഡെൻസിറ്റി എന്നുള്ളത് മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഇവിടെ നമുക്ക് മാസ് എന്ന് പറയുന്നത് 250 ഗ്രാം ആണ് തന്നിട്ടുണ്ട്, എം. പിന്നെ വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും വോളിയം ഓഫ് എ ക്യൂബ്, ഒരു ക്യൂബിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്, നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്, സൈഡ് എ ആണെന്നുണ്ടെങ്കിൽ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ക്യൂബ് ആയിരിക്കും അല്ലെ. എ ക്യൂബ്, അതായത് സൈഡിന്റെ ക്യൂബ്. അതായത് ഇവിടെ സൈഡ് എത്രയാണ് 5 ആണ്. അപ്പൊ 5 ക്യൂബ് വിച്ച് വി നോ ദ ക്യൂബ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 125 ആണ് അല്ലെ. 125. അപ്പൊ നമുക്ക് എന്തുണ്ട്, മാസം ഉണ്ട് വോളിയം ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിച്ചൂടെ. സോ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു എം ബൈ വി ആണ്. അപ്പം എം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 250 all divided by 125. that is നമുക്ക് ഇവിടെ 125 into 2 ആണ് അല്ലെ 250. അപ്പൊ നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് 2 കിട്ടും. യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, മാസിന്റെ യൂണിറ്റ് നമുക്ക് ഗ്രാമോ കിലോഗ്രാം ആണ്. ഇവിടെ നമുക്ക് ഗ്രാം എഴുതാം. പിന്നെ ഡിവൈഡഡ് ബൈ എന്താണ് വോളിയം. വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂബ് അല്ലെ, സെന്റിമീറ്റർ ക്യൂബ് അല്ലെ. ഇവിടെ സെന്റിമീറ്ററിലാണ്. അപ്പം മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ്. ഇവിടെ സെന്റിമീറ്റർ ക്യൂബ് ആയതുകൊണ്ട് നമ്മൾ സെന്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ സെന്റിമീറ്റർ ക്യൂബ് എഴുതാം. 2 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. ഇങ്ങനെയാണ് യൂണിറ്റ് എഴുതുന്നത് കേട്ടോ. ഡൗട്ടില്ലല്ലോ. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് 0.8. വാട്ട് ഇസ് ഇറ്റ്സ് ഡെൻസിറ്റി. നമ്മൾ ഡെൻസിറ്റി എന്താണെന്ന് പഠിച്ചു. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്നുള്ളതാണ്. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് റിലേറ്റീവ് ഡെൻസിറ്റി, ഒരു ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്
ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് എഴുതുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ഇവിടെ അറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ. നമുക്ക് ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഈ ക്വസ്റ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ റിലേറ്റഡ് ഡെൻസിറ്റി ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണെന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് 0.8 അല്ലേ? നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 0.8 ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. അത് നമുക്ക് അറിയില്ല. ഡി ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് അറിയാം 1000 ആണെന്നല്ലേ. സോ നമുക്ക് കിട്ടേണ്ടത് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ഈ ഡിവൈഡഡ് ബൈ 1000 ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് പറ്റും? 0.8 ഇൻറ്റു 1000 അല്ലേ. ഡി ഈസ് ഈക്വൽ ടു 0.8 ഇൻറ്റു 1000 ആണ്. അപ്പൊ നമുക്ക് ഫൈനലി ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ ഇൻറ്റു 1000 ചെയ്യുമ്പോൾ എന്താണ്? ഇങ്ങനെ നിങ്ങൾ വരുമ്പോൾ ഡെസിമൽ ചെയ്യുന്നത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഡെസിമൽ ഒഴിവാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 8 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 8000 വരും അല്ലേ. 1000 ആണ് വരിക. എന്നിട്ട് നമ്മൾ നോക്കാം, ഇവിടെ നോക്കൂ, ഒരു ഡിജിറ്റിന് മുന്നെയാണ് ഡെസിമൽ വന്നിരിക്കുന്നത്. അപ്പൊ അതേപോലെ നമുക്ക് കിട്ടിയ ആൻസറിൽ ഒരു ഡിജിറ്റിന് മുന്നേ ഡെസിമൽ ഇട്ട് കൊടുക്കാം. അതായത് ഇവിടെ വരും അല്ലേ. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ലാസ്റ്റിലത്തെ 0 ഒഴിവായി പോലെ 800.0 എന്ന് പറഞ്ഞാൽ ആ 0 ഒഴിവായി പോയിട്ട് നമുക്ക് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ 800 എന്ന് കിട്ടും. എപ്പോഴും ശ്രദ്ധിക്കാൻ മക്കളെ, യൂണിറ്റ് എഴുതാൻ മറക്കരുത്. അത് 8 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹൈഡ്രോളിക് പ്രസ് ഹാസ് എ സ്മോൾ പിസ്റ്റൺ ഏരിയ ഓഫ് 20 സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് എ ലാർജ് പിസ്റ്റൺ ഏരിയ ഓഫ് 400 സെന്റിമീറ്റർ സ്ക്വയർ. ഇഫ് എ ഫോഴ്സ് ഓഫ് 100 ന്യൂട്ടൺ ഇസ് അപ്ലൈഡ് ഓൺ എ സ്മോൾ പിസ്റ്റൺ, ഫൈൻഡ് ലോഡ് ഷിഫ്റ്റഡ് എന്നുള്ളത്. ഓക്കെ, അതായത് ഹൈഡ്രോളിക് പ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംപ്രസീവ് ഫോഴ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെഷീൻ ആണ് കേട്ടോ. അപ്പം ഇതിൽ രണ്ട് ഏരിയ വരുന്നുണ്ട്. ഒരു പിസ്റ്റൺ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അടുത്തത് 400 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യത്തെ സ്മോൾ പിസ്റ്റൺ ഏരിയയിലേക്ക് നമ്മൾ 100 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എത്രത്തോളം ലോഡ് ഷിഫ്റ്റ് ആവുന്നുണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യം എന്താണ്? പ്രഷറിന്റെ ഇക്വേഷൻ അറിയാം അല്ലെ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് പ്രഷർ? ഫോഴ്സ് ബൈ ഏരിയ. ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഫോഴ്സും രണ്ട് ഏരിയ ഉണ്ട് അല്ലെ. അതായത് F1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? നമ്മുടെ സ്മോൾ പിസ്റ്റണിൽ വരുന്ന ഫോഴ്സ് ആണ്. അത് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്മോൾ പിസ്റ്റണിൽ വരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ആണ് നമുക്കറിയാം. നമുക്ക് F1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് A1 ഉണ്ട് അല്ലെ. A1 അതായത് A1 എന്ന് പറഞ്ഞാൽ സ്മോൾ പിസ്റ്റണിന്റെ ഏരിയ. സ്മോൾ പിസ്റ്റണിന്റെ ഏരിയ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് 20 കൊടുക്കാം. ഇനി അതുപോലെ തന്നെ F2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് പിസ്റ്റളിൽ വരുന്ന ഫോഴ്സ്. അത് നമുക്ക് അറിയില്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ലോഡ് എത്രത്തോളം സ്മോൾ പിസ്റ്റളിൽ ഇത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ 100 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ലാർജിൽ എത്രത്തോളം ഫോഴ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ലോഡ് ഷിഫ്റ്റ് ആവുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണ്. ഓക്കെ, അതുപോലെ A2 അതായത് രണ്ടാമത്തെ ലാർജ് പിസ്റ്റന്റെ ഏരിയ ചോദിച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 400 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതുവരെ എഴുതിയത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് കൊടുക്കാം. അതായത് നമുക്ക് F1 ബൈ A1, അതായത് ഫസ്റ്റിലത്തെ പ്രഷർ അല്ലേ, F1 ബൈ A1 ഈക്വൽസ് F2 ബൈ A2 ബൈ A2. ഈ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. F1 എന്ന് പറഞ്ഞാൽ 100 ബൈ A1 എന്ന് പറഞ്ഞാൽ 20 ഈക്വൽസ് F2 നമുക്ക് അറിയില്ല. അത് F2 എന്ന് തന്നെ എഴുതാം. ലാർജ് പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F2 ഹോൾ ഡിവൈഡഡ് ബൈ A2. ലാർജ് പിസ്റ്റന്റെ ഏരിയ 400. അപ്പൊ നമുക്ക് ഇതിൽ F2 മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ F2 എഴുതാനായിട്ട് എന്ത് ചെയ്യാം? F2 is equal to 100 by 20 വരും. F2ന്റെ താഴെ കടന്നിരുന്ന ഈ 400 ഈക്വൽ ടു പുറത്തോട്ട് വരുമ്പോൾ എന്താവും? ഇൻറ്റു ഡിവൈഡ് ബൈ 400 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 400 ആവും അല്ലെ. ഇത്ര വരെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്ത് കളയാം? കട്ട് ചെയ്ത് കളയാം അല്ലെ. ദിസ് 0 ആൻഡ് ദിസ് 0 ഗെറ്റ് ക്യാൻസൽ. 2 ഇൻറ്റു 20 ആണ് 40 എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പൊ എത്ര കിട്ടും? 20 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നേരെ പോയി നിങ്ങൾ ഗുണിച്ച് നോക്കാമെന്ന് നിൽക്കരുത് മക്കളെ, സമയം കളയരുത്. 2 ഇൻറ്റു 1 എത്രയാണ്? 2 ആണ്. ബാക്കി എത്ര 0 ഉണ്ട്? 1 2 3 0 ഉണ്ട് അല്ലെ. അതങ്ങോട്ട് എടുത്തെഴുതാം. യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ് അല്ലെ. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 ന്യൂട്ടൺ ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം.
നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസസ് ബിക്കം 1/16 വെൻ ഡിസ്റ്റൻസ് ബിക്കംസ് 4 ടൈംസ് എക്സ്പ്ലെയിൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ എന്താണ് ഇക്വേഷൻ എഴുതാം. എഫ് ഇസിക്വൽ ടു നമുക്കറിയാം അല്ലെ, ക്യാപിറ്റൽ ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഹോൾ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ഓക്കെ, അതായത് 2 മാസമാണ് ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും, ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടൈം. ഇതൊരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? എഫ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്? നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് അല്ലെ, 1/d സ്ക്വയർ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇവിടെ ഫോഴ്സ് കൂടുവാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്, താഴെയുള്ള ഈ ഡിസ്റ്റൻസ് കുറയും, ഫോഴ്സ് കുറയുവാണെങ്കിൽ ഡിസ്റ്റൻസ് കൂടും. ഓക്കെ, ഇതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഡിസ്റ്റൻസ് 4 ടൈംസ് ആവുമ്പോൾ ഡിസ്റ്റൻസ് ബിക്കം 4 ടൈംസ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ എന്താണ് ഈ ഫോഴ്സ് 1/16 ആവുന്നത് ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സോ ഇവിടെ നമ്മൾ പുതിയൊരു ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മളോട് എഫ് ഡാഷ് എന്ന് എഴുതുവാണ്. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്, 1/, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണെന്ന് അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം 1/4 സ്ക്വയർ ഇൻറ്റു എഫ്. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു 1/4 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1/16 എഫ് ആണെന്ന് എഴുതാം. ഓക്കെ, ഇതല്ലേ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആണ്. അതായത് എഫ് എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ആവുന്നുണ്ട്. അതായത് 1/4 സ്ക്വയർ, അതായത് 1/16 ടൈപ്സ് ഓഫ് എഫ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഡിസ്റ്റൻസ് സ്ക്വയർ ആകുമ്പോൾ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ക്ലാസ് 9th CBSE ഗ്രാവിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിക്കുക, ഇതിൽ യൂസ് ചെയ്തുള്ള ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി വെക്കാം, സെറ്റ് ആക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ക്രിസ്മസ് എക്സാമിനൊക്കെ ഈ ക്വസ്റ്റ്യൻസ് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്ന് ധൈര്യമായിട്ട് കമന്റ് ചെയ്ത് ചോദിക്കാം. പിന്നെ ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയാം. ഓക്കെ, പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്